വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ പണമില്ലാതെ സർക്കാർ. കുട്ടികളിൽ നിന്നും ഫീസായി വാങ്ങുന്ന പണം ഉപയോഗിച്ച് പരീക്ഷ നടത്താൻ നിർദ്ദേശിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. വിശദാംശങ്ങളുമായി വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, എന്തായാലും മാർച്ച് 3-നാണ് പരീക്ഷ നടക്കേണ്ടത്. അതിനു മുൻപ് ഇത്തരത്തിൽ പണമില്ല എന്നുള്ളൊരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്? ഭദ്ര, ഈ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ പണമില്ലെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാർച്ചിലാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ നടത്തേണ്ട ചിലവിനുള്ള പണം കുട്ടികളിൽ നിന്ന് ഫീസായി മറ്റും പിടിച്ചെടുത്ത് പരീക്ഷ നടത്താനാണ് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. മാർച്ച് 3-നാണ് ഈ ഹയർ സെക്കൻഡറി പരീക്ഷകളും കൂടാതെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും മറ്റും നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അക്കൗണ്ടിൽ തുകയില്ലെന്നാണ് ഉത്തരവിൽ നൽകുന്ന വിശദീകരണം. പരീക്ഷ നടത്തിപ്പിനുള്ള പണം വകമാറ്റി ചിലവഴിച്ചതിനാൽ പ്രതിസന്ധി ഉണ്ടായി എന്നാണ് ഈ പുറത്തു വരുന്ന അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത്. 1-2 വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുമാണ് മാർച്ചിൽ നടത്താനിരിക്കുന്നത്. ഈ സമയങ്ങളിലാണ് ഇപ്പോൾ പരീക്ഷ നടത്താൻ പണമില്ല എന്ന തരത്തിലുള്ള ഉത്തരവ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പരീക്ഷ നടത്തുന്നതിനായി പണം ക്രമീകരിച്ചിരുന്നു. ഈ ക്രമീകരിച്ചിരിക്കുന്ന ഈ പണം ഈ ഡയറക്ടറേറ്റിലെ ഹെഡ് ഓഫ് അക്കൗണ്ട് കാലിയായതാണ് ഈ പണം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പണമില്ലാത്തതിന് കാരണമെന്നാണ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ സ്കൂളുകളിൽ തന്നെ മറ്റു ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള PD അക്കൗണ്ടുകളിൽ നിന്ന് പണമെടുത്ത് പരീക്ഷ നടത്തണമെന്നാണ് ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. അതായത് ഈ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റും ഫീസായി തന്നെ വാങ്ങുന്ന പണം ഉപയോഗിച്ച് ഈ പരീക്ഷകളും മറ്റും നടത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം ഉത്തരവിൽ പ്രധാനമായും ഈ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ തന്നെ സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ PD അക്കൗണ്ടിൽ ഈ പണം തിരിച്ചടച്ചാൽ മതി എന്നും ഈ സർക്കാർ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ മാർച്ചിലാണ് പരീക്ഷകൾ നടക്കാനുള്ളത്. ഈ പരീക്ഷകൾ നടത്താൻ പണമില്ല എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഭദ്ര. ശരി, വിനയരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ പണമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടികളിൽ നിന്ന് ഫീസായി വാങ്ങുന്ന പണം ഉപയോഗിച്ച് പരീക്ഷ നടത്തണം എന്നൊരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ പറയുകയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കിയിരിക്കുന്നു. മാർച്ച് 3-നാണ് ഈ പരീക്ഷ തുടങ്ങുന്നത്.